നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ കാണാതെ എനിക്ക് ഒരു ധൈര്യവും കിട്ടില്ല. ഒന്ന് പ്രത്യക്ഷപ്പെടൂ ദൈവമേ. ദൈവമേ, എനിക്ക് ദൈവമേ ഒന്ന് കാണണം. ദൈവമേ, എന്റെ കണ്ണീര് കാണുന്നില്ലേ? എന്റെ സങ്കടം അമ്മ കേൾക്കുന്നില്ലേ? എന്താ ദൈവമേ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തെ? ജാസ്മിനും വിശാൽ സാറും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെടുത്താനായിട്ട് ഒരു വഴി പറഞ്ഞു താ ദൈവമേ. എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നേ? പുറപ്പെടണ്ടേ? ആ, പാർവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിരിക്കാം. അവള് വന്നിട്ടിറങ്ങാം. ചേടാ, പാർവതി പോയിട്ട് കുറച്ച് സമയമായല്ലോ. ഇനിയും നമ്മൾ കാത്തുന്ന മുഹൂർത്തം തെറ്റില്ലേ? ആ, അത് ശരിയാ. അതുമാത്രമല്ല, കല്യാണ പെണ്ണ് നേരത്തെ മണ്ഡപത്തിൽ എത്തുകയും വേണ്ടേ? ആ, ഒരു കാര്യം ചെയ്യാം. പാർവതി സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അവളെയും കൊണ്ട് ഞാനും പ്രതാപനും സുശീലയും കൂടി മണ്ഡപത്തിലേക്ക് വരാം. വിശാലും ഗാർഗിയും ജാസ്മിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പൊയ്ക്കോളും. അല്ല, അത് പാർവതിയെ ഞാൻ പോയി വിളിക്കാം. അല്ല, അത് വേണ്ട മോനെ, അവളെ ശല്യപ്പെടുത്തണ്ട. അവള് മനസ്സ് നിറഞ്ഞ് ഗായത്രി ചേച്ചിയെ പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾ ചെല്ല്. ആ, ജാസ്മിൻ വരൂ, കാറിൽ കയറ്. വാ മോനെ. വിശാലെ, മുഹൂർത്തം വൈകും, കയറ്. ബൈ. വിശാൽ സാർ, വിശാൽ സാർ പോയോ? ശ്ശോ. അയ്യോ പാർവതി, പാർവതി, അയ്യോ മോളെ, നീ ടെൻഷൻ ആവണ്ട. ജാസ്മിനെ നേരത്തെ മണ്ഡപത്തിലെത്തിക്കണ്ടേ? അതാ വിശാൽ അവളെയും കൂട്ടി പോയത്. നീ നമ്മുടെ കാറിൽ കയറ്, നമുക്ക് ഒരുമിച്ച് പോവാലോ. വാ മോളെ. വാ, ലേറ്റ് ആവും. ഇനിയും ഇത് ഇവരുടെ പദ്ധതി വല്ലതുമാണോ? ഇതിനുള്ള പരിഹാരം എന്റെ ജീവൻ അവസാനിപ്പിക്കാന്നുള്ളത് മാത്രമാ. അടുക്കരുത്, അടുക്കരുതെന്നാ പറഞ്ഞത്. ചേച്ചി, അബദ്ധമൊന്നും കാണിക്കല്ലേ ചേച്ചി. വേണ്ട അമ്മേ. ചേച്ചി, അയ്യോ പറയുന്നേ ചേച്ചി. അയ്യോ, ചേച്ചി, അബദ്ധമൊന്നും കാണിക്കല്ലേ. ചേച്ചി മരിച്ച പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എനിക്കതൊന്നും അറിയണ്ട. അതിന് ചേച്ചി എന്താ തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്ത വിശാലല്ലേ? അമ്മേ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ആദ്യം ജാസ്മിനെ വിവാഹം കഴിക്കുന്ന വാക്ക് കൊടുത്തിട്ട് പിന്നെ പാർവതി വിവാഹം കഴിച്ചു അല്ലേ? ഇപ്പൊ ചേച്ചി കഷ്ടപ്പെട്ടൊരു പയ്യനെ ജാസ്മിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അത് മുടങ്ങി. അത് ആര് കാരണോ? ചേച്ചി കാരണമാണോ? അല്ലല്ലേ?
ഇവൻ കാരണമല്ലേ? അപ്പൊ പരിഹാരം കാണേണ്ട നീ തന്നെയാ. പ്രതാപ പറഞ്ഞു തന്നെ ശരി. പ്രഭേച്ചി കത്തി കളയ്. സുശീലേ, അടുക്കരുത്. പ്രതാപ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങി കളയ്. ചേച്ചി, പ്രതാപ, കത്തി ഞാൻ തരില്ല. അമ്മ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കത്തി മാറ്റണമെങ്കിൽ ഇതിന്റെ പരിഹാരം എന്താണെന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം നടപ്പാക്കും. ഞാൻ മരിക്കും. അമ്മേ, എടാ പറയൂ വിശാലേ, നീ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്ത തെറ്റ് കാരണമാണ് എന്റെ മോളുടെ വിവാഹം മുടങ്ങിയത്. അതിന്റെ പേരില് ഈ തർക്കം ഇവിടെ വേണ്ട. എന്റെ മോളെ വഞ്ചിച്ചതിന് നീ തന്നെയാണ് ഉത്തരവാദി. അങ്കിൾ, എടാ നിനക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും അത് നീ പറ. പരിഹാരം ഒന്നേ ഉള്ളൂ. വിശാല് ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ താലി കെട്ടണം. ജാസ്മിൻ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. വിശാൽ, ജാസ്മിൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാനാവില്ല. ഒന്നുകിൽ നീ അവളെ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കഴുത്തറുത്ത് ഞാൻ മരിക്കും. അമ്മേ, ജാസ്മിനോടും ജാസ്മിന്റെ ഡാഡിയോടും ഞാൻ എന്ത് പറയും? എനിക്ക് ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കാനാവില്ല. വിശാലെ, പാർവതി, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ എങ്ങനെ ജാസ്മിനെ വിവാഹം കഴിക്കും? വിശാലെ, വേണ്ട. നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട. ഞാൻ മരിച്ചോളാം. അതിനു മുമ്പ് പാർവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. പാർവതി, ജാസ്മിന്റെ വിവാഹം മുന്നിട്ട് നിന്ന് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞവളാ നീ. ഇപ്പൊ ഈ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണം. വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് സാധിക്കോ? ഇല്ലെങ്കിൽ നിന്റെ കൺമുമ്പില് എന്റെ ശവം ഇവിടെ വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.